ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഫസ്റ്റ് യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ടീനിലെ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ ആണ്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചപ്പിൻ്റെ ഒരു ചെറു കാഴ്ച എന്നുള്ളതാണ്. ഗ്ലിംസസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രീഫ് വ്യൂ അല്ലെങ്കിൽ പാർഷ്യൽ വ്യൂ എന്നൊക്കെ പറയാം. ഇതിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് 2 ഷോർട്ട് സ്റ്റോറീസും ഒരു പോയമാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ, റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. റസ്കിൻ ബോണ്ട് ഇന്ത്യൻ ഓഥറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് നേച്ചറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ സംഭവങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആത്മകഥാപരമായിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ചിലതൊക്കെ. അപ്പോൾ നമുക്കിന്ന് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ നോക്കാം. ഇതിൽ ഫസ്റ്റിൽ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. നേച്ചർ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. നേച്ചറുമായി ഒരു കൂപ്പറേഷനിൽ നമ്മൾ മനുഷ്യർ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at age of 65 could no longer climb it. അതായത് വീടും പറമ്പും ഗ്രാൻഡ് ഫാദറിൻ്റെ പേരിലായിരുന്നെങ്കിലും ഓൾഡ് ബനിയാൻ ട്രീ, അതായത് വയസ്സായ ആൽമരം, അത് എൻ്റേതായിരുന്നു. കാരണം 65 വയസ്സായ ഗ്രാൻഡ് ഫാദറിന് ഇനി അതിൽ പിടിച്ച് കയറാൻ പറ്റില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ ഇത് പറഞ്ഞ് പലപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കുമായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോൺ, ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ് ടു ദി ഏജ് ഓഫ് 117. ഒരു ഇംഗ്ലീഷ് ലേഡി, ഡെസ്മോൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ലേഡീൻ്റെ പേര് പറഞ്ഞാണ് കളിയാക്കുന്നത്. അവർക്ക് 117 വയസ്സായിരുന്നു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ ഇനിയും ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. 117ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ ട്രീയിൽ വലിഞ്ഞു കയറുമ്പോഴാണ് വീണിട്ടാണ് അവർ മരിക്കുന്നത്. അപ്പം അത് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arcs, gave me endless pleasure. അതായത് ആൽമരത്തിൻ്റെ ശാഖകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വളഞ്ഞ് കേവ് ഷേപ്പിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് വേരുകൾ താഴോട്ട് വന്ന് വീണ്ടും മണ്ണിൽ വേരുറപ്പിക്കും. ഈ ഒരു കാഴ്ച കാണുമ്പം ഈ കുട്ടിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. The tree was older than the house, older than grandfather. ഈ മരത്തിൻ്റെ പ്രായമാണ് ഇനി പറയുന്നത്. മരം വീടിനേക്കാളും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിനേക്കാളും പ്രായം ഈ മരത്തിനുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ടൗൺ ഓഫ് ഡെറ ടൗണിനോളം പ്രായം ഈ ഒരു മരത്തിനുണ്ടായിരുന്നു. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദി ഫുട്ട് ഓഫ് ദി ഹിമാലയാസ്. ഇത് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഹിമാലയത്തിൻ്റെ താഴ്വരകളിലായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ അവിടുത്തെ ആദ്യത്തെ ഫ്രണ്ട് ഒരു ഗ്രേ കളർ സ്ക്യൂറലായിരുന്നു, അണ്ണാനായിരുന്നു. ആക്കിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ, ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആദ്യമൊക്കെ ഞാൻ അതിനോട് കൂട്ടുകൂടാൻ പോയപ്പോൾ അതിൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതെന്നോട് പെരുമാറി. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എ ഗൺ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. പിന്നീട് അതിന് മനസ്സിലായി എൻ്റെ കയ്യിലൊരു ഗണ്ണോ അല്ലെങ്കിൽ കാറ്റപ്പൾട്ട് എന്ന് പറയുമ്പോൾ ഒരു അമ്പും വില്ലും പോലത്തെ മറ്റൊരു ഡിവൈസാണ്. അങ്ങനത്തെ ഹാംഫുൾ ഡിവൈസൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോടത് പതുക്കെ കൂട്ടുകൂടാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഹീ ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. പിന്നീട് ഞാനതിന് കേക്ക് പീസസും അതുപോലെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതെന്നോട് കൂടുതൽ അടുക്കുകയും അത് ബോൾഡാവുക, അതായത് എൻ്റെ അടുത്ത് വരാനൊരു പേടി കൂടാതെ നല്ല ധൈര്യത്തോടെ എൻ്റെ അടുത്ത് വരികയും ചെയ്തു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്.
പിന്നീട് അത് എൻ്റെ പോക്കറ്റിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ സ്വന്തമായി എടുക്കാൻ തുടങ്ങി. ഡെൽവിങ് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിനാണ് പറയുന്നത്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. അത് വളരെ ഒരു കുട്ടിയായിട്ടുള്ള സ്ക്യൂറലായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫോളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. അതിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കരുതിയത് വെറും ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാണോ, ഇല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണ് ഇവൻ എന്നൊക്കെയാണ് വിചാരിച്ചത്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. സ്പ്രിംഗ് സീസണിൽ, അതായത് വസന്തകാലത്ത് ബനിയാൻ ട്രീയിൽ ചെറിയ തളിരുകളും ചെറിയ ബ്രാഞ്ചസൊക്കെ ഒരുപാട് മുളക്കുന്ന സമയമാണ്. ഫിഗ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മുളകൾ വരൂലേ, അതാണ്. ആ സമയത്ത് എല്ലാ തരം ബേർഡ്സും ബ്രാഞ്ചസിൽ വന്നിരിക്കുമായിരുന്നു. ഇനി പറയുന്നത് ഏതെല്ലാം ബേർഡ്സാണ് എന്നുള്ളതാണ്. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures and parrots and crows. അതായത് പാരറ്റ്സ്, കാക്കകൾ, അതുപോലെ ബുൾബുൾ, അങ്ങനെ ഒരുവിധം എല്ലാ കിളികളും അതിൽ വന്നിരിക്കുമായിരുന്നു. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ആൾ ദി ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കലഹിക്കുക, അവരെപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ഈ ഒരു സൗണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദി ഫിഗ് സീസൺ ദി ബനിയാൻ ട്രീ വാസ് ദി നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്. ഈ ഫിഗ് സീസണിൽ വസന്തകാലത്ത് ഏറ്റവും നോയ്സി ആയിട്ടുള്ള സൗണ്ടുള്ള ഒരു ഏരിയയാണ് ഈ ബനിയാൻ ട്രീ, ആൽമരം. അടുത്ത പാരഗ്രാഫ് നോക്കാം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. ഉച്ചയ്ക്ക് ശേഷം അധികം ചൂടൊന്നുമില്ലാത്ത സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ഒരു പകുതിയിൽ ഞാനൊരു സ്ഥലം ഉണ്ടാക്കിയിരുന്നു. ഐ കുഡ് റീഡ് ദർ. ഞാൻ അവിടുന്ന് വായിക്കുമായിരുന്നു. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദി ട്രീ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. അവിടെ ബോൾ ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുറിച്ച ആ ഒരു പോർഷൻ, അതിന് എഗെയിൻസ്റ്റായിട്ട് ഞാനൊരു സോഫയിലൊക്കെ ഉള്ള കുഷ്യനൊക്കെ ഇട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അവിടുന്ന് വായിക്കണ ബുക്സാണ് അടുത്തത് പറയുന്നത്. ട്രെഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദി മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദി നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലോയിസ. ഇങ്ങനെയുള്ള ബുക്സൊക്കെയാണ് അവിടുന്ന് വായിച്ചുകൊണ്ടിരുന്നത്. When I did not feel like reading, I could look down through the banyan leaves at the world below. റീഡിംഗ് ഒക്കെ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് താഴോട്ട് ജസ്റ്റ് നോക്കിയിരിക്കും. അപ്പോൾ അവിടുന്ന് കാണുന്ന കാഴ്ചകളാണ് ഇനി പറയുന്നത്. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദി വാഷിംഗ്. ഒന്നുകിൽ ഗ്രാൻഡ് മദർ വാഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അറ്റ് ദി കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. കുക്ക് ഒരു പഴക്കച്ചവടക്കാരനുമായി കലഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദി ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ മല്ലികച്ചെടിയാണ്, ചെണ്ടുമല്ലി എന്നൊക്കെ പറയും. മല്ലികപ്പൂവിനോട് പരാതി പറയുമായിരിക്കും, ഇത്രയും സ്പ്രിംഗ് സീസൺ ആയിട്ടും നീ പൂക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദി ബനിയാൻ ട്രീ. സാധാരണഗതിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാറില്ല ഞാൻ ബനിയാൻ ട്രീയിലിരിക്കുമ്പോൾ. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദി സമ്മർ. പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്നിൽ വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാനിടയായി. ദാറ്റ് വാസ് ദി ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദി ഗാർഡൻ വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബോവ് ദം ഇൻ ദി ബനിയാൻ ട്രീ. കണ്ട കാഴ്ച ഒരു കീരിയും ഒരു പാമ്പും തമ്മിൽ നല്ലൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇവൻ കണ്ടത്. ഇവൻ ഇരിക്കുന്ന മരത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ സംഭവം. അടുത്ത പാരഗ്രാഫ്. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഏപ്രിൽ ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു. ആൻഡ് ദി വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. ഒരു ചെറിയ ഇളം ചൂടുകാറ്റ് എല്ലാവരെയും തഴുകി കടന്നു പോകുന്നുണ്ടായിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. ഞാൻ കുറച്ചൊരു ഉറക്കക്ഷീണത്തിൽ നിൽക്കുകയായിരുന്നു. ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് സ്ലീപ്പ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു വീടിൻ്റെ പുറകിലുള്ള കുളത്തിൽ പോയിട്ട് ഒന്ന് കുളിച്ചാലോ എന്ന് വിചാരിച്ച സമയത്താണ് when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ഞാനൊരു കാഴ്ച കണ്ടത്, അതായത് ബ്ലാക്ക് കോബ്ര
ഈ കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടിയാണ്. ക്ലംബ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂട്ടം, ഒരു ചെറിയൊരു കാട് അവിടുന്ന് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഴയുക, ഒരു സ്മൂത്ത് മൂവ്മെൻറ്റ്, സ്നേക്സിൻ്റെയൊക്കെ സ്മൂത്ത് മൂവ്മെൻറ്റ്സിനാണ് ഗ്ലൈഡിംഗ് എന്ന് പറയാം. അവിടുന്ന് ഗാർഡനിലോട്ട് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം എ മംഗൂസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ എമർജ്ഡ് ഫ്രം ദി ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദി കോബ്ര. അതേസമയം തന്നെ ഒരു മംഗൂസ്, ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കീരി, അതും ബുഷിൻ്റെ ഇടയിൽ നിന്ന് ചാടി വന്നിട്ട് കോബ്രയുടെ നേരെ പോകുന്നുണ്ടായിരുന്നു. ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദി ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയമാണ്. ആൽമരത്തിൻ്റെ താഴെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസായി നിൽക്കുകയാണ്. Cobra knew only too well that the grey mongoose 3 feet long was a super fighter, clever and aggressive. കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു 3 അടി മാത്രം വലിപ്പമുള്ള മംഗൂസ് നല്ലൊരു ഫൈറ്ററും അതുപോലെ തന്നെ ബുദ്ധിശാലിയും അക്രമകാരിയുമാണ്. ബട്ട് ദി കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയും മോശക്കാരനല്ല, നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്ററാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. നല്ല സ്പീഡിൽ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും ലൈറ്റിനനുസരിച്ച് മൂവ് ചെയ്യാനും കോബ്രയ്ക്ക് കഴിയും. ആൻഡ് ദി സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. ഷാർപ്പ് ഫാങ്സ് എന്ന് പറഞ്ഞാൽ കൂർത്ത പല്ലുകളാണ്. സാക്സ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലുള്ള സഞ്ചി പോലത്തെ ഭാഗം. വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അത് നിറയെ ഉഗ്രൻ വിഷമാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. 2 പോരാളികൾ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു അത്. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground. ഇനി പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റ്, അവരുടെ ഓരോ മൂവ്മെൻറ്റ്സും ഇപ്പോൾ ഒരു പോരാട്ടത്തിന്, പാമ്പും കിരിയും തമ്മിലെ പോരാട്ടത്തിന് മുന്നോടിയായിട്ട് പല മൂവ്സും നടത്തും അവർ. ഇപ്പോൾ തല വെട്ടിക്കും, അല്ലെങ്കിൽ പാമ്പാണെങ്കിൽ നാവ് പുറത്തോട്ടിടും എതിരാളിയെ ഭയപ്പെടുത്താൻ. അതുപോലെ എതിരാളിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മൂവ്മെൻറ്റ്സൊക്കെ നടത്തും. അതിനാണ് ഡെഫിയൻസ് എന്ന് പറയുക. അതുപോലെ ഫെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ബോക്സിങ്ങിലൊക്കെ ഉള്ള എതിരാളികളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നേറാനുള്ള ഓരോ മൂവ്മെൻറ്റാണ് ഇതൊക്കെ. ഇനിയുള്ള 2-3 പാരഗ്രാഫിൽ പറയുന്നത് ഈ ഒരു അവരുടെ ഒരു 2-3 റൗണ്ടായിട്ടുള്ള ഈ പോരാട്ടം, അതിൽ ഉള്ള മൂവ്മെൻറ്റ്സും ഒക്കെയാണ്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും പാമ്പും കിരിയും തമ്മിലുള്ള പോരാട്ടം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദി കോബ്ര വാസ് വീക്കനിങ്. കോബ്ര വീക്കായി. അതായത് കോബ്രയാണ് ഇവിടെ പരാജയപ്പെട്ടത്. കോബ്രേൻ്റെ പുറത്തുനിന്ന് 2 തുള്ളി ബ്ലഡ് വന്നു. ആൻഡ് ദി മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. മംഗൂസ് ഭയമൊന്നുമില്ലാതെ നല്ല എന്താ പറയുക, തല ഉയർത്തി നടന്നു. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. ചെറിയ കാലാണെങ്കിലും തല ഉയർത്തി അന്തസ്സായി നടന്നു നീങ്ങി. ആൻഡ് വൈറ്റ് ലൈറ്റിംഗ് സ്നാപ്പ് ഹാഡ് ദി ബിഗ് സ്നേക്ക് ബൈ ദി. പാമ്പ് വലുതാണെങ്കിലും പാമ്പാണ് പരാജയപ്പെട്ട് പേടിച്ച് ട്രാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു തെറിപ്പിച്ചു, അതിനെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അത് ഭയപ്പെട്ട് പരാജയപ്പെട്ട് അത് കാട്ടിലേക്ക് പോയി. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ 2 കാണികളായിട്ട് മൈനയും അതുപോലെ കാക്കയും. അവരും ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അവരും കാട്ടിലേക്ക് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house. ഞാനും മരത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. I told grandfather of the fight I had seen. ഞാൻ ഗ്രാൻഡ് അവിടെ കണ്ട ഫൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. He was pleased that the mongoose had won. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, കാരണം മംഗൂസാണ് വിജയിച്ചത് എന്നറിഞ്ഞപ്പോൾ. He had encouraged it to live in the garden. ഗാർഡനിൽ തന്നെ അത് താമസിച്ചോട്ടെ എന്നുള്ളതിന് ഗ്രാൻഡ് ഫാദർ സപ്പോർട്ടായിരുന്നു. ടു കീപ്പ് എവേ ദി സ്നേക്സ്. അത് കാരണം എന്താണ്? പാമ്പുകളൊക്കെ തുരത്തി ഓടിക്കാൻ. പാമ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ കീരി ഉണ്ടാകുമ്പോൾ. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാബ്സ് ഫ്രം ദി കിച്ചൺ. കിച്ചണിൽ ബാക്കി വരുന്ന ഫുഡ് വേസ്റ്റൊക്കെ അതിന് കൊടുക്കുമായിരുന്നു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്. ടേമിങ് എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗം ആക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഈ ഒരു മംഗൂസിനെ. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അതായത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെക്കാളും ബെറ്ററാണ് ഈ വൈൽഡ് മംഗൂസ് എന്നാണ് പറയുന്നത്. From the banyan tree, I often saw the mongoose patrolling the 4 corners of the garden. ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാണാനുണ്ടായിരുന്നു
ഗാർഡൻ്റെ 4 പാടവും ഈ മംഗൂസ് ഓടി നടക്കാറുണ്ടായിരുന്നു. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് എൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദി പൗൾട്രി ഹൗസ്. ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ വായിലൊരു മുട്ട ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഗ്രാൻഡ് മദറിൻ്റെ പൗൾട്രി ഫാമിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് ഹി ഹാഡ് ഇൻ ഹാംഡ് ദി ബേർഡ്സ്. പക്ഷേ അതൊരിക്കലും പക്ഷികളെ ആക്രമിച്ചിരുന്നില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദേഴ്സ് വുഡ് ഫോർഗീവ് ഹിം. എനിക്ക് ഉറപ്പായിരുന്നു ഗ്രാൻഡ് മദർ എന്തായാലും അതിനോട് ക്ഷമിക്കുമെന്ന്. ഫോർ സീലിംഗ് ആസ് ലോങ് ആസ് ദി കെപ്റ്റ് ദി സ്നേക്സ് അവേ ഫ്രം ദി ഹൗസ്. മുട്ട മോഷ്ടിച്ചെങ്കിലും അത് സ്നേക്സിനെയൊക്കെ വീടിന് ചുറ്റുപാടുന്ന് ഓടിക്കുന്നതുകൊണ്ട് ഗ്രാൻഡ് മദർ ഇത് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദി ബനിയാൻ ട്രീ വാസ് ഓൾസോ ദി സെറ്റിംഗ് ഫോർ വാട്ട് വി വർ ടു കോൾ ദി സ്ട്രേഞ്ച് കേസ് ഓഫ് ദി ഗ്രേ സ്ക്യൂറൽ ആൻഡ് ദി വൈറ്റ് റാറ്റ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഒരു ഗ്രേ സ്ക്യൂറലിൻ്റെ കാര്യം, ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള. ഈ ഗ്രേ സ്ക്യൂറലും അതുപോലെ ഒരു വൈറ്റ് റാറ്റും ഒരു വെള്ള എലിയും അവരുടെ കൂടെ സെറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഈ ബനിയാൻ ട്രീ, ആൽമരം. The white rat was grandfather's. He had bought it from the bazaars for 1 annas, for 4 annas. ഈ വൈറ്റ് റാറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെതാണ്, ബസാറിൽ നിന്ന് 4 അണ കൊടുത്ത് വാങ്ങിയതാണ് ഇതിനെ. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് ഫ്രം വിത്ത് മീ ഇൻ ടു ദി റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ഓൾഡ് ട്രീ. ഞാനതിനെ പലപ്പോഴും ഈ മരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബനിയാൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദി സ്ക്യൂറൽസ്. അത് വളരെ വേഗത്തിൽ തന്നെ ഈ സ്ക്യൂറലുമായി കമ്പനിയായി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദി ബ്രാഞ്ചസ്. ഇതിൻ്റെ ബ്രാഞ്ചസിലൂടെ അവർ അത് സന്തോഷമായിട്ട് ഓടിച്ചാടി കളിച്ച് നടക്കുമായിരുന്നു. ദെൻ ദി സ്ക്യൂറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. പിന്നെ ഈ സ്ക്യൂറൽ അതിന് കൂടൊരുക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം അത് എൻ്റെ പോക്കറ്റിലാണ് കൂടൊരുക്കാൻ തുടങ്ങിയത്. ആൻഡ് വെൻ ഐ വെൻ ഇൻഡോർസ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫോളിങ് ഔട്ട്. ഞാൻ പലപ്പോഴും വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ഉണങ്ങിയ പുല്ലും അതുപോലെ ചെറിയ സ്ട്രോകളും ഒക്കെ വീഴാറുണ്ടായിരുന്നു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം ഗ്രാൻഡ് മദർ തുന്നുന്ന സൂചി കാണാനില്ല. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഞങ്ങളതിനെ പല സ്ഥലത്തും നോക്കി, പക്ഷേ കണ്ടെത്താൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിങ് ഇൻ ദി ഹോൾ ഇൻ ദി ബനിയാൻ ട്രീ. അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ ട്രീയിലുണ്ട് ഒരു ചെറിയൊരു തിളക്കം പോലെ കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നീറ്റിംഗ് നീഡിൽ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ തിളങ്ങുന്നത് ഗ്രാൻഡ് മദറിൻ്റെ നീഡിലാണ്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദി ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. അവിടെയുള്ള ഹോള് ഈ സൂചി വെച്ച് തുന്നി അടച്ചിട്ടുണ്ട്. ആൻഡ് എമംഗ്സ് ദി വൂൾ വേർ 3 ബേബി സ്ക്യൂറൽസ്, ഓൾ ഓഫ് ദം വൈറ്റ്. പിന്നെ അവിടെ കണ്ട ഒരു അമ്പരിപ്പിക്കുന്ന കാഴ്ച, അവിടെ 3 സ്ക്യൂറൽസ്, 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വണ്ടറിങ് ആയിട്ടുള്ള ഒരു സംഭവം. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്യൂറൽസ് ബിഫോർ. ഇത്രയും പ്രായമായ ഗ്രാൻഡ് ഫാദർ പോലും വൈറ്റ് സ്ക്യൂറൽസിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെ അവകളെങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വി വർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം. ബട്ട് വെൻ ഐ മെൻഷൻ ദി വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദി ട്രീ. പിന്നെ ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു ഈ എലിയുടെ ഇടയ്ക്കിടയ്ക്ക് ഇത് മരത്തിൽ വിസിറ്റ് ചെയ്യാറുണ്ടെന്നുള്ളത്. ഗ്രാൻഡ് ഫാദർ ടോൾ മീ ദാറ്റ് ദി റാറ്റ് മസ്റ്റ് ബി ദി ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു എന്നാൽ എന്തായാലും ഈ വൈറ്റ് റാറ്റ് തന്നെ ആയിരിക്കും ഈ കുട്ടികളുടെ ഫാദർ. റാറ്റ്സ് ആൻഡ് സ്ക്യൂറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ എലികളും അണ്ണാനുകളും ഏകദേശം റിലേറ്റഡ് ഫാമിലിയാണെന്നാണ് പറയുന്നത്. ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓസ്പ്രിങ്, ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്യൂറൽസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെയുള്ള കുട്ടികൾ, അവർക്ക് 2 പേർക്കും കൂടെ വൈറ്റ് അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. വൈറ്റ് സ്ക്യൂറൽസ്, വെള്ള അണ്ണാനുകൾ എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറി. ഈ ഒരു ലെസണ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്തൊരു ലെസണുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.